എല്ലാവർക്കും നമസ്കാരം. വേദ വിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നാളെ സെപ്റ്റംബർ മാസം 24 കന്നിമാസം 8 നാളത്തെ നക്ഷത്രം ചിത്ര നക്ഷത്രം. ചിത്ര നക്ഷത്രക്കാരുടെ നാളത്തെ ദിവസത്തെ ശുഭ അശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. ചിത്ര നക്ഷത്രം കന്നിക്കൂറിലും തുലാക്കൂറിലും പെടുന്ന നക്ഷത്രമാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് 10ാം ഭാവത്തിലേക്കുള്ള വ്യാഴമാറ്റവും ശനിയുടെ മാറ്റം കണ്ടകശനി ദോഷത്തെ നൽകുന്നുണ്ട്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴത്തിൻ്റെ 9ലേക്കുള്ള മാറ്റവും ശനിയുടെ മാറ്റവും ഇവർക്ക് ഗുണഫലത്തെ നൽകും. ശനിയുടെ 6ാം ഭാവത്തിലേക്കുള്ള മാറ്റം രോഗാദി ക്ലേശങ്ങളെ നൽകുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ 9ാം ഭാവത്തിലേക്കുള്ള വ്യാഴമാറ്റം അനുകൂലപരമായിരിക്കും. കുടുംബസ്ഥാനത്ത് മനസമാധാനത്തിനൊക്കെ നാളത്തെ ദിവസം ഇട നൽകുന്നതാണ്. പ്രധാനമായും സന്താനങ്ങളെ ഓർത്തും ജീവിത പങ്കാളിയെ ഓർത്തും പലവിധത്തിലുള്ള മനോവിഷമതകൾക്കും നാളത്തെ ദിവസം ഇട നൽകുന്നുണ്ട്. ആയതിനാൽ തന്നെ പ്രത്യേകം സന്താനങ്ങളുടെ കാര്യത്തിലും സന്താനങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങളിലും ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിച്ചു വേണം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ നാളത്തെ ദിവസം ഗുണപരമായിരിക്കും. എന്നിരുന്നാൽ തന്നെയും വിദ്യാഭ്യാസ കാലഘട്ടം രാഹുർദശി ആയതിനാൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നേഹബന്ധങ്ങളിലൊന്നും പെടാതിരിക്കാനും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ടുള്ള കാര്യത്തെ ചിന്തിച്ചാൽ തൊഴിൽ സ്ഥാനത്ത് ഐക്യത്തിനും മനസ്സിന് സന്തോഷമുണ്ടാകുന്നതായ കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകും. തൊഴിൽപരമായിട്ടുള്ള ക്ലേശങ്ങളൊന്നും പൊതുവെ നാളത്തെ ദിവസം അനുഭവത്തിൽ വരുന്നതല്ല. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ സ്ഥാനം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. തൊഴിൽ സ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കാനും കന്നിക്കൂറുകാരെ ശ്രദ്ധിച്ചു കൊള്ളണം. വിവാഹ ജീവിതത്തെപ്പറ്റി ചിന്തിച്ചാൽ പൊതുവെ ദാമ്പത്യ ജീവിതം ഗുണപരമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്നവർ പ്രത്യേകം ദേവീക്ഷേത്രത്തിൽ തിങ്കളാഴ്ച വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് സ്വയംവര മന്ത്രത്താൽ പുഷ്പാഞ്ജലി നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് പൊതുവെ നാളത്തെ ദിവസം അനുകൂലമായിരിക്കില്ല. എന്നിരുന്നാലും ദാമ്പത്യ ജീവിതത്തിൽ ഗുണപരമായിരിക്കുന്ന കാര്യത്തെ ഫലമായിട്ട് നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. രോഗാദി ക്ലേശങ്ങളെ ശ്രദ്ധിച്ചാൽ പ്രധാനമായിട്ടും അഗ്നിയിൽ നിന്നോ വൈദ്യുതിയിൽ നിന്നോ ഉണ്ടാകുന്ന അപകടത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ രോഗാദി ക്ലേശങ്ങളൊന്നും നാളത്തെ ദിവസം അലട്ടുന്നതല്ല. എന്നിരുന്നാലും ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ കാൽമുട്ടിന് താഴത്തേക്കുള്ള ഭാഗത്തോ അസുഖത്തെ പറയാവുന്നതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. അസുഖങ്ങൾക്ക് വൈദ്യസഹായം തേടാനായിട്ട് കാലതാമസം ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. പൊതുവെ നാളെ ചിത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമായിരിക്കും. മധ്യാഹ്നം വരെ പലവിധത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാവുമെങ്കിൽ തന്നെയും മധ്യാഹ്നത്തിന് ശേഷം പുണ്യക്ഷേത്ര സങ്കേതങ്ങൾ ദർശിക്കാനും കലാപരിപാടികളൊക്കെ ആസ്വദിക്കാനുമുള്ള യോഗം നാളത്തെ ദിവസം നൽകുന്നുണ്ട്. സുഹൃത്തുജനങ്ങളുമായിട്ടും ബന്ധുജനങ്ങളുമായിട്ടൊക്കെ ഒത്തുചേരാനുള്ള സാഹചര്യവും നാളത്തെ ദിവസം പ്രതീക്ഷിക്കാം. നാളത്തെ ദിവസത്തെ ദോഷശാന്തിക്കായിട്ട് പ്രധാനമായും ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദേവിക്ക് വിളക്കുമാല പായസം നിവേദ്യം നടത്തുന്നതും ശനിദോഷശാന്തിക്കായിട്ട് ഹനുമാൻ സ്വാമിയോ ഗണപതി ഭഗവാനെയോ അയ്യപ്പ സ്വാമിയോ തൊഴുതു പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ദേവി ആരാധനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നവരാത്രി കാലമാണിപ്പോൾ. നവരാത്രി നാളെ 3ാം ദിവസം. 1ാം ദിവസം ഭഗവതിയെ ശൈലപുത്രിയായും 2ാം ദിവസം ബ്രഹ്മചാരിണിയായും നാളെ 3ാം ദിവസം ചന്ദ്രകണ്ഠയുമായിട്ടാണ് ദേവിയെ ആരാധിക്കുന്നത്. നമ്മുടെ കേരള സമ്പ്രദായ പ്രകാരം ആ ദേവിനെ പാർവതി ദേവിയായിട്ട് തന്നെയാണ് ആദ്യത്തെ 3 ദിവസവും ആരാധിക്കാറ്. എന്നിരുന്നാലും നാളത്തെ ദേവിയുടെ ഭാവം ചന്ദ്രകണ്ഠാഭാവമാണ്. നാളെ ഭഗവതിയുടെ രൂപം വലത് കൈ ശൂലവും ഇടത് കൈയിൽ ചന്ദ്രക്കലയും മണിയും പിടിച്ചതും നീല വർണ്ണത്തിലുള്ള വസ്ത്രധാരിണിയുമായ ഭാവത്തിലാണ് ഭഗവതിയെ ആരാധിക്കാറ്. നമ്മൾ ഭഗവതിയെ പാർവതിയായിട്ട് തന്നെ തൊഴുത് പ്രാർത്ഥിക്കുക. പ്രധാനമായും പാർവതി ക്ഷേത്ര ദർശനം. പാർവതി ദേവി തന്നെ ആവണമെന്നില്ല, ഏത് ദേവീക്ഷേത്രത്തിലായാലും നാളത്തെ ദിവസം പോയി ഭഗവതി വിശേഷമായിട്ട് പാർവതി സങ്കല്പത്തിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. നാളത്തെ ദിവസം നീലവർണ്ണത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നാളത്തെ ദിവസത്തെ ദോഷങ്ങളൊക്കെ മാറി ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കാനായിട്ട് ഏറ്റവും ഉപകരിക്കുന്നതാണ്. പ്രധാനമായും നമ്മൾ പറയാറുള്ളത് പോലെ നവരാത്രി ദേവി ആരാധനയ്ക്ക് ഏറ്റവും വിശേഷമാണ്. കഴിയാവുന്നതും എല്ലാവരും
വ്രതമായിട്ട് തന്നെ സ്വീകരിക്കുക. 9 ദിവസവും വ്രതം എടുക്കാൻ സാധിക്കാത്തവർ അവസാനത്തെ 3 ദിവസമെങ്കിലും പ്രധാനമായിട്ടും വ്രതം സ്വീകരിക്കുക. നാളെ മനോബലത്തിനും മനസ്സിൻ്റെ ക്ലേശങ്ങളൊക്കെ മാറി ആത്മബലം ലഭിക്കുന്നതിനും വിദ്യാപരമായിട്ട് ഗുണങ്ങൾ ലഭിക്കുന്നതിനും നാളത്തെ ദിവസം ദേവീക്ഷേത്ര ദർശനം പ്രധാനമായിട്ട് ഉപകരിക്കുന്നതാണ്. അതിന് നാളെ ഒരിക്കൽ അരിയാഹാരം കഴിക്കുക. ബാക്കി 2 നേരങ്ങളിലും അരിയാഹാരമല്ലാത്ത പഴവർഗ്ഗങ്ങളൊക്കെ ഭക്ഷിക്കാവുന്നതാണ്. ഗൃഹത്തിൽ വെച്ച് ആചരിക്കേണ്ടതുമായ കാര്യങ്ങൾ: നാളത്തെ ദിവസം വിളക്ക് കത്തിക്കുക. നീലപ്പട്ട് ഉള്ളവർ നീലപ്പട്ട് വിളക്കിൻ്റെ അടിയിൽ വെച്ചുകൊണ്ട് അതിന് മുകളിൽ വിളക്ക് വയ്ക്കുക. എന്നിട്ട് ഭഗവതിയെ നീലപുഷ്പങ്ങളാൽ ആരാധിക്കുന്നത് ഏറ്റവും ഉത്തമം. പ്രാർത്ഥിക്കേണ്ടത് പാർവതി ദേവിയെ തന്നെയാണ്. ആ ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിളക്കത്ത് പുഷ്പം അർച്ചിക്കുന്നതും ആ വിളക്കിൻ്റെ മുമ്പിലിരുന്ന് ദേവി കീർത്തനങ്ങളൊക്കെ നാളത്തെ ദിവസം ചൊല്ലുന്നതും ആ ഭഗവതിയുടെ അനുഗ്രഹത്തിന് ഏറ്റവും ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ കൊണ്ടും നാളത്തെ ദിവസം ആ ഭഗവതിയെ പ്രാർത്ഥിപ്പിക്കുക. അതേപോലെ സാരസ്വത അരിഷ്ടം സേവിക്കുന്ന കാര്യവും മറന്നു പോകാതിരിക്കുക. 1-ാം ദിവസം ഹിമവൽ പുത്രിയായ ശൈലേശ്വരിയായിട്ടാണ് നമ്മൾ ഭഗവതിയെ ആരാധിച്ചത്. വെള്ള വസ്ത്രത്തിലുള്ള ആ ഭഗവതിയെ നമ്മൾ ആരാധിച്ചു. 2-ാം ദിവസം കാഷായ വസ്ത്രധാരിണിയായ കയ്യിൽ ജപമാലയും കമണ്ഡലവും പിടിച്ചിട്ടുള്ള മാതാ ബ്രഹ്മചാരിണിയായിട്ടാണ് ഇന്നത്തെ ദിവസം 2-ാം ദിവസം ആചരിച്ചത്. നാളെ 3-ാം ദിവസത്തിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ ആ ഭഗവതിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പാർവതിയായിട്ട് തന്നെ കൽപ്പിച്ച് ആരാധിക്കുക. ശക്തി സ്വരൂപിണിയാണ് ഭഗവതി. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെയും ശത്രുദോഷങ്ങളെയുമൊക്കെ ഇല്ലാതാക്കി മനസ്സിന് ആത്മബലം നൽകുന്നതിനും വിവാഹ ജീവിതത്തിൽ ഉത്തമമായ ഫലങ്ങളും ജീവിത പങ്കാളിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് പാർവതി ദേവിയോടുള്ള പ്രാർത്ഥന ഏറ്റവും ഉത്തമമാണ്. മംഗല്യ തടസ്സങ്ങൾ നേരിടുന്നവരും നാളത്തെ ദിവസം ഗൃഹസ്ഥാനത്ത് ദീപം തെളിച്ചുകൊണ്ട് ആ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും മംഗല്യസിദ്ധിക്കൊക്കെ ഏറ്റവും ഉത്തമമായിരിക്കും. എല്ലാവരും തന്നെ നവരാത്രിയുടെ 3-ാം ദിനമായ നാളെ ആ മാതൃവത്സരിയായ ആ ഭഗവതിയുടെ ആ ദുർഗാദേവിയുടെ ആ സിംഹവാഹിനിയായ മാതാവിൻ്റെ 3-ാം ദിനത്തിലുള്ള അവതാരത്തെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് കുടുംബ ഐക്യത്തിനും മനോബലത്തിനും വിവാഹാദി സിദ്ധികൾക്കൊക്കെ കരണീയമാക്കട്ടെ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.